സോളാർ കമ്പനിയുടെ ഡീലർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ 12 ലക്ഷം തട്ടിയെന്ന കേസിൽ സരിതാ നായർ ഉൾപ്പെടെ 3 പേരെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. കൊയിലാണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് സരിതക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത്. കോഴിക്കോട് എരനിക്കൽ സ്വദേശി വിൻസെന്റ് സൈമൺ എന്നയാൾ നൽകിയ പരാതിയിൽ 2014 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ടീം സോളാറിന്റെ ഡീലർഷിപ്പ് തൃശൂർ, പാലക്കാട് ജില്ലകളിലായി അനുവദിക്കാമെന്ന് പറഞ്ഞ 12 ലക്ഷം വാങ്ങി. എന്നാൽ വാഗ്ദാനം പാലിച്ചില്ല എന്നായിരുന്നു കേസ്. കേരള രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുകുലുക്കിയ കേസായിരുന്നു സോളാർ കേസ്. നീണ്ട 9 വർഷം കേരള രാഷ്ട്രീയത്തെയും അതിലേറെ കോൺഗ്രസിനെയും പിടിച്ചുലച്ച ശേഷം സോളാർ ഇപ്പോൾ കാറ്റഴിഞ്ഞ ബലൂൺ പോലെയായി. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന ചർച്ചാ വിഷയമായി അധികാരം പിടിക്കാൻ ഇടതുപക്ഷത്തിനെ സഹായിച്ച സോളാർ കേസ് CBI കണ്ടെത്തലുകളോടെയാണ് അപ്രസക്തമായി മാറിയത്. അന്ന് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന BJP ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ, ഹൈബി ഈഡൻ MP, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മുൻ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ്, AP അനിൽകുമാർ എന്നിവരായിരുന്നു ലൈംഗിക ആരോപണ കേസിലെ പ്രതികൾ. കൂട്ടത്തിൽ പ്രധാനമായും വേട്ടയാടിയത് ഉമ്മൻചാണ്ടിയെ തന്നെയായിരുന്നു. സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താനാകാതെ സോളാർ കേസിന്റെ ചൂടും ചൂരും വട്ടം ചുറ്റുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് ഒരേയൊരു കാര്യം മാത്രമായിരുന്നു: തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ട്, സത്യം ജയിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട, കുറിച്ചുവെച്ചോ എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചികിത്സയിൽ കഴിയുമ്പോഴും സോളാർ വിവാദം അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു. വാക്കുകളെപ്പോലെ തെറ്റു ചെയ്തില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നടപടികളും. കേസ് മാറ്റിവെക്കാനോ അറസ്റ്റ് ഭയന്ന് മാറി നിൽക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ ജസ്റ്റിസ് ശിവരാജനെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചതും ഉമ്മൻചാണ്ടി തന്നെയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും തന്നെക്കുറിച്ച് വന്നതെല്ലാം ചേർത്ത് കമ്മീഷന് ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചതും പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നയിച്ചതും ഉമ്മൻചാണ്ടി തന്നെ. ഇടവേളയില്ലാത്ത 13 മണിക്കൂറാണ് ശിവരാജൻ കമ്മീഷനു മുമ്പിലിരുന്ന് ചോദ്യങ്ങളെ അദ്ദേഹം നേരിട്ടത്, അതും മാധ്യമങ്ങൾക്ക് മുമ്പിൽ തത്സമയം. സോളാർ ആരോപണങ്ങളിൽ ആടിയുലഞ്ഞ UDF-നെ തകർത്ത് 2016 അധികാരത്തിലേറിയ ഇടതുമുന്നണി സർക്കാരിന് കേസിൽ കുറ്റാരോപിതരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോയിട്ട് കേസിൽ ഒരു പുരോഗതി പോലും ഉണ്ടാക്കാനായില്ല. 2021 തെരഞ്ഞെടുപ്പിലും സോളാർ കത്തിക്കാൻ നോക്കിയ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് മുമ്പായി കേസ് CBIക്ക് വിട്ടു. എന്നാൽ 2 വർഷം അന്വേഷിച്ചിട്ടും പുറത്തുവന്ന ആരോപണങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ കഴിയാത്തതിനാൽ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ 4 മന്ത്രിമാർ സോളാർ തട്ടിപ്പു കേസിലെ പ്രതി സരിതാ നായരെ ഫോൺ ചെയ്തതിന്റെ രേഖകൾ പുറത്തുവന്നതോടെ CPM രാഷ്ട്രീയ കൊടുങ്കാറ്റ് പോലെ സോളാർ വിവാദം ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് കൂടുതൽ മന്ത്രിമാരും കൂടാതെ മറ്റു നിരവധി നേതാക്കളുടെയും MLA-മാരുടെയും പേരുകൾ പുറത്തുവന്നത് കോൺഗ്രസിനെ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിച്ചു. ഫോൺ രേഖകൾ ചോരുന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ അന്നത്തെ ഇന്റലിജൻസ് മേധാവിയായ TP സെൻകുമാറിനോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KB ഗണേഷ് കുമാർ, ഹൈബി ഈഡൻ തുടങ്ങിയ 30ഓളം UDF നേതാക്കളുടെ ഫോൺ രേഖകളാണ് പുറത്തുവന്നത്. ഇതിനിടെ സോളാർ തട്ടിപ്പ് കേസിൽ നടി ശാലു മേനോന്റെ പങ്കും പുറത്തു വന്നിരുന്നു. ആരോപണങ്ങൾ ഉയർന്നു നിൽക്കെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശാലു മേനോന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രം പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തിരുന്നു. 2013 ഓഗസ്റ്റ് 12 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട സംസ്ഥാനത്തിന്റെ ഭരണം പൂർണ്ണമായും സ്തംഭിപ്പിച്ച് ഇടതുമുന്നണി സെക്രട്ടേറിയറ്റ് വളഞ്ഞു. 1.5 ലക്ഷത്തോളം പേർ തലസ്ഥാനത്തേക്ക് ഇരച്ചെത്തി. സെക്രട്ടേറിയറ്റിന്റെ 3 കവാടങ്ങളും സമരക്കാർ നിറഞ്ഞു. സംഘർഷഭീതിയുടെ 30 മണിക്കൂറിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണം ആകാമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ LDF-ന്റെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. സെക്രട്ടേറിയറ്റിന് അവധി നൽകിയതോടെ സമരം തീർത്ത് തടി തപ്പാൻ വേറെ മാർഗമില്ലാതെ അതിന് ഇടതുപക്ഷം വഴങ്ങുകയായിരുന്നു. ഇതിനിടെ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും UDF യോഗം ചേർന്ന് വേണ്ടെന്ന തീരുമാനത്തിൽ എത്തുകയും കേസിൽ ഗൂഢാലോചന നടത്തിയതായും ആരോപിച്ചു. ഒക്ടോബർ 25 പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ശിവരാജൻ അധ്യക്ഷനായി സോളാർ തട്ടിപ്പ് അന്വേഷിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. പ്രക്ഷോഭങ്ങൾക്കിടെ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറ് നടത്തിയതിനും രാഷ്ട്രീയ കേരളം സാക്ഷിയായി. 2015 ഡിസംബറിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സരിതയുമായുള്ള രംഗങ്ങളുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ അവകാശപ്പെടുന്ന CD ഹാജരാക്കാൻ ശിവരാജൻ കമ്മീഷൻ ഉത്തരവിട്ടു. CD കണ്ടെത്താൻ പോലീസ് സംഘം കോയമ്പത്തൂരിലേക്ക് പോയെങ്കിലും കണ്ടെടുക്കാനായില്ല. ആ നിമിഷവും ചോദ്യങ്ങളോട് കടക്ക് പുറത്ത് എന്ന മറുപടി ആയിരുന്നില്ല ഉമ്മൻചാണ്ടി നൽകിയിരുന്നത്. അന്വേഷണ ഫലത്തെപ്പറ്റി ഒരു ഘട്ടത്തിലും ഉമ്മൻചാണ്ടിക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നില്ല.
ആരന്വേഷിക്കുന്നതിലും ഉമ്മൻചാണ്ടിക്ക് പരാതിയും ഇല്ലായിരുന്നു. കാരണം സത്യം മൂടിവെക്കാൻ കഴിയില്ലെന്ന ഉത്തമ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത്. വെള്ളക്കടലാസിൽ എഴുതി വാങ്ങിയ പരാതിയിന്മേൽ പോലീസ് റിപ്പോർട്ട് പോലും തേടാതെയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പരിശോധിക്കാതെയും CBI അന്വേഷണത്തിന് ഉത്തരവ് നൽകിയതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി സംശയകരമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. തന്റെ പൊതുജീവിതമെന്നും ജനങ്ങളുടെ മുമ്പിൽ തുറന്ന പുസ്തകമായിരുന്നുവെന്നും മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ല എന്നും ജനങ്ങളിൽ ഒന്നും ഒളിച്ചുവെക്കാനും ശ്രമിച്ചിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുപ്രവർത്തകരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതും കളങ്കമായി മുദ്രകുത്തുന്നതും ശരിയാണോ എന്ന് ഇനിയെങ്കിലും എല്ലാവരും ആലോചിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആകസ്മികമായി അദ്ദേഹം മരണത്തിലേക്ക് വീണു പോകുമ്പോഴും സോളാർ ഒരു മുറിവായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ നിറഞ്ഞു നിന്നിരുന്നു. ജനകീയ മനസ്സിന് ഉടമയായ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ജനകീയ സ്വഭാവം തന്നെയായിരുന്നു തട്ടിപ്പുകാർ തട്ടിപ്പിനുള്ള വഴിയാക്കി മാറ്റിയത്. ഇന്ന് എല്ലാ ആരോപണങ്ങൾക്കും ശരം കൊടുത്ത സരിത ആകട്ടെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ മരുന്നിന് പോലും വകയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആരുടെയും ദുരവസ്ഥയിൽ സന്തോഷം പ്രകടിപ്പിക്കുക അല്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഉയർന്ന കപട ആരോപണങ്ങളിലെല്ലാം സത്യം തെളിഞ്ഞതിലുള്ള ആനന്ദത്തിലാകും.